ഹലോ, ഐ എം ഫഹീം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് എങ്ങനെ എക്സാംസിലൊക്കെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാം, മോഡൽ എക്സാംസിലും വീക്കിലി എക്സാംസ് ആ ഒരു ചാപ്റ്റർ വൈസ് എക്സാംസിലൊക്കെ എങ്ങനെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അത് തന്നെയാണ് ബേസ്. ലാസ്റ്റ് മോഡൽ എക്സാമിനാണെങ്കിലും നീറ്റിനാണെങ്കിലൊക്കെ ബേസ് സംഭവം എന്ന് പറയുന്നത് ആ ഫസ്റ്റത്തെ എക്സാംസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ നല്ല മാർക്ക് ഇമ്പ്രൂവ് ചെയ്താൽ ലാസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ചെയ്യാൻ കാരണം ഞാനൊക്കെ ഭയങ്കര എക്സാംസിലൊക്കെ ഭയങ്കര വേരിയേഷൻ കാണിച്ചിരുന്ന ഒരാളാണ്. എനിക്ക് ഫസ്റ്റൊക്കെ റിപ്പീറ്റിന് പോയപ്പം തന്നെ എനിക്ക് ഫസ്റ്റൊക്കെ റാങ്ക് വന്നത് ഒരു 300, 400 ആ റേഞ്ചിലാണ് വന്നത്. അതും 600, 700 ആൾക്കാരെ എഴുതുന്നുള്ളൂ ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്മാർട്ട് സ്റ്റുഡൻസാണ് നമ്മളെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അധികം ഫസ്റ്റ് മോഡൽ എക്സാമിന് പോലും ഫസ്റ്റ് റാങ്കൊക്കെ അടിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരുന്നു നമ്മളെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു ഇടയ്ക്കൊക്കെ ആയിട്ട് ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ഫുൾ ഫസ്റ്റ് റാങ്ക് ആ റേഞ്ചിലേക്ക് ഞാൻ എത്തിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കൺസെപ്ഷ്യൽ സംഭവമാണ്, പിന്നെ വേണ്ടതാണ് എക്സാം സംഭവം. അപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റാണ് നമുക്ക് റെഡിയാക്കേണ്ടത്. കൺസെപ്റ്റ് റെഡിയാക്കാനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ക്ലാസ്സിൽ പക്ക ഇൻവോൾവ് ആയിട്ട് ഇരിക്കുക. അപ്പം തന്നെ പറയണത് മൊത്തം അപ്പം തന്നെ മനസ്സിലാക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ചിലതൊന്നും മനസ്സിലായില്ല എന്ന് വരും, പക്ഷേ എന്നാലും മാക്സിമം ട്രൈ ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരുന്നാലേ ചിലവർക്ക് മനസ്സിലാവുള്ളൂ, പിന്നെ ചിലവർക്ക് എവിടെ ഇരുന്നാലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഇൻവോൾവ്മെൻറ്റ് എത്രങ്ങാനും മാക്സിമം ഉണ്ടാക്കാൻ പറ്റുമോ അത്രങ്ങാനും മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതിലാണ് കാര്യം. പിന്നെ വേണ്ടത് സെൽഫ് സ്റ്റഡിയാണ്. സെൽഫ് സ്റ്റഡി പറയുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ പഠിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. അല്ല അങ്ങനെ ഒരാൾ നമുക്ക് പഠിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ബുദ്ധിമുട്ട് പഠിച്ചാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്നും വരും. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു ടൈപ്പിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ മാക്സിമം ഇഷ്ടപ്പെട്ട് പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ട്രൈ ചെയ്യുക. നമ്മൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുക ആ സമയത്ത്. പിന്നെ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ മാറ്റി വെക്കണം എന്നല്ല, അതും നമുക്ക് ഒരു ഭയങ്കര റിലാക്സ്ഡ് ടൈമൊക്കെ ഉണ്ടാകുമ്പോൾ ആ ടൈമിൽ ഇതും പടിയും പഠിച്ചാൽ നമുക്ക് ആണ്ട് മൂവ് ഓൺ ചെയ്ത് പോയിക്കോളും. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്ന ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മൾ അയച്ച് പഠിക്കാനേ തീരെ താല്പര്യമില്ലാത്ത ടൈമിൽ പഠിക്കാതെ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മാക്സിമം ടൈം നമ്മൾ പഠിക്കുക തന്നെ വേണം. പിന്നെ ക്ലാസ്സിൽ പക്ക ഇൻവോൾവ് ആയിട്ട് ഇരിക്കുക. ക്ലാസ്സിൽ തന്നെ നമ്മൾ ചെയ്യുന്ന സാർമാർ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ കൺസെപ്റ്റ് അപ്പം തന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഞാൻ ബ്രില്യൻ്റിലാണ് പഠിച്ചത്. അപ്പോൾ ബ്രില്യൻ്റിൽ നമുക്ക് അറിയാലോ, അവിടെ റെഫറൻസ് സൗകര്യം അങ്ങനത്തെ ഓരോ സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഏത് ടൈമിലാണോ നമ്മൾ ചിലപ്പോൾ ചില ടൈമിൽ റൂമിൽ ഇരുന്ന് പഠിക്കാനായിരിക്കും താല്പര്യം, ചില ടൈമിൽ റെഫറൻസിന് പോയിരുന്ന് പഠിക്കാനായിരിക്കും താല്പര്യം. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോവുക. നമ്മൾ താല്പര്യമുള്ള ടൈമിൽ താല്പര്യമുള്ള മാതിരി ചെയ്യുക. നമ്മൾ വേറെ ആൾക്കാരൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ സ്വയം ഒറ്റക്കാണെങ്കിലും പോയി ചെയ്യുക. റെഫറൻസൊക്കെ ആണെങ്കിലും കുറേ ആൾക്കാർ ഒറ്റയ്ക്ക് വരുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഒറ്റപ്പെടുന്ന സംഭവം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് കാണും. പിന്നെ വേണ്ടത് കറക്ഷൻ ബുക്ക് ഉണ്ടാക്കുക. കറക്ഷൻ ബുക്ക് പറയുമ്പോൾ നമ്മൾ തെറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഫ്രീക്വൻ്റ് ആയിട്ട് തെറ്റുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കറക്ഷൻ ബുക്ക് അത് വായിച്ച് നോക്കണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നത്. ഞാൻ ഇതുവരെ വായിച്ചു നോക്കിയിട്ടില്ല. എൻ്റെ ഒരു 3 കറക്ഷൻ ബുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പോൾ ഇടയ്ക്കത് 2 പേജിട്ട് വായിച്ചെന്നല്ലാതെ പിന്നെ ഞാൻ വായിച്ചിട്ട് ഒന്നുമില്ല. അപ്പോൾ പക്ഷെ എന്നാലും അത് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മൈൻഡിൽ പക്കായിട്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അത് എഴുതുക. പിന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസം കഴിയുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററുകൾ മറന്നു പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ചാപ്റ്ററിനും ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. കഴിഞ്ഞ കൊല്ലം വരെ പറയായിരുന്നു നമ്മളിങ്ങനെ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതിയെന്ന്. ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം പല ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസാണ് നീറ്റിന് വന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.
പിന്നെ പഠിക്കുമ്പോൾ ഏത് ബുക്ക് ചെയ്യണം അങ്ങനത്തെ ഓരോ കൺഫ്യൂഷൻസ് ഉണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ബുക്ക് ചെയ്യണം എന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള ബുക്കുകൾ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. അഫ്കോഴ്സ് അത് നമുക്ക് ചെയ്താൽ ചിലപ്പോൾ നീറ്റിന് അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുക മാക്സിമം. പിന്നെ വേണ്ടത് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെയാണ്. ഞാൻ ഡെയിലി ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ ഡെയിലി ഉള്ള സംഭവങ്ങൾ പഠിക്കുക, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ റിപ്പീറ്റ് ചെയ്തപ്പോൾ പല ടൈപ്പിൽ ഞാൻ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല ടൈപ്പ് ഓഫ് മെക്കാനിസംസ് ഞാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പഠിക്കുമ്പോഴാണെങ്കിൽ നടന്ന് പഠിക്കും, ഇരുന്ന് പഠിക്കും, കിടന്ന് പഠിക്കും, പിന്നെ ആണെങ്കിൽ അങ്ങനെ പല ടൈപ്പ് പഠിത്തത്തിലൊക്കെ പക്ക രാവിലെ എണീച്ച് പഠിക്കാറുണ്ട്. ഇടയ്ക്ക് രാത്രി മൊത്തം ഇരുന്ന് പഠിക്കാറുണ്ട്. ഇടയ്ക്ക് ഉറക്കം കുറച്ചിട്ടുമുണ്ട്. ഇടയ്ക്ക് എനിക്ക് സ്വാഭാവികമായിട്ടും നല്ല ഉറക്കം ഉള്ളൊരു ടൈപ്പാണ്. ഞാനൊരു ഡെയിലി 10 hours ഉറങ്ങുന്ന ഒരാളാണ്. അത്യാവശ്യം ഭയങ്കര ഓവറാണ് ഉറക്കം. പക്ഷേ എന്നാലും അത് അത്രങ്ങനെ ഉറക്കം വന്നാൽ നമ്മൾ ഭയങ്കര പീസ്ഫുള്ളാവും, പഠിത്തത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ഉപകാരം തന്നെയാണ്. പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ച് കളയുന്നതും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുക അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ മാറ്റി വെച്ചാൽ നമുക്ക് കുറേ ടൈം നമുക്ക് ലാഭമായിട്ട് കിട്ടും. അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ വേണ്ടത് ക്ലാസ്ക്കൊക്കെ നേരത്തെ പോവുകയാണെങ്കിൽ നേരത്തെ അവിടെ ഇരുന്ന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാതെ മാക്സിമം ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക. അതൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. പിന്നെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ സംഭവം. പിന്നെ ഉള്ളതാണ് നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ സ്മാർട്ടായിട്ടൊന്നും വർക്ക് ചെയ്യാൻ കഴിയത്തില്ല, അറിയാം. അങ്ങനെ ആദ്യം ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ അത് നമ്മളിങ്ങനെ വെല്ലനെ എന്തൊക്കെ തെറ്റുകളെന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ അത് സ്മാർട്ട് വർക്കായി മാറിക്കോളും. അങ്ങനെ തന്നെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയാറുള്ളത്. പിന്നെ പറയാനുള്ളത് എക്സാംസാണ്. ഇനി എക്സാം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കാരണം ആ ഒരു എക്സാം നമ്മളെ OMR മാത്രമേ NTAക്ക് ഒക്കെ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളെത്ര പഠിച്ചു എന്നോ എന്താക്കിയെന്നോ ഒന്നും ഒരു മാറ്റർ ചെയ്യുന്ന സംഭവമല്ല. നമ്മൾ എക്സാം എങ്ങനെ എഴുതി, എക്സാമിൽ എന്തൊക്കെ നമ്മൾ എഴുതി വെച്ച് എന്തൊക്കെ OMRൽ ഫില്ല് ചെയ്ത് കൊടുത്തു എന്നുള്ളതിൽ മാത്രമേ നമുക്ക് ആ ഒരു വർക്കിൽ എഫേർട്ടിന് റിസൾട്ടായിട്ട് ആ ഒരു എക്സാം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ എക്സാംസിൽ മാക്സിമം നമ്മൾ സ്കോർ ചെയ്യണം. അത് തന്നെയാണ് എക്സാംസിൽ മാക്സിമം സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് കുറേ സംഭവങ്ങൾ വേണം. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ ഇങ്ങനെ തെറ്റുന്നത് പക്കായിട്ട് കുറയണം. ഞാനൊക്കെ ചെയ്തിരുന്നു പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാനൊക്കെ ഒരു 5 പ്രാവശ്യം എക്സാമിലൂടെ ആ ഒരു പേപ്പറിലൂടെ കടന്നു പോകാറുണ്ടായിരുന്നു. പക്ഷേ നീറ്റിന് അങ്ങനെ കഴിഞ്ഞില്ല. കാരണം ഭയങ്കര ടഫായതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഒരു 2 വട്ടം എന്നാലും ഫുള്ള് കവർ ചെയ്ത് പറഞ്ഞാൽ രണ്ടാമത്തെ വട്ടം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിക്കാണ്. കാരണം 1 മണിക്കൂർ കൊണ്ട് ഒരു 90ഓളം ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത്രങ്ങാനും ഞാൻ സ്പീഡാക്കിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അത് എപ്പോഴും അങ്ങനെ കഴിയുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തെ എക്സാം സിമ്പിൾ ആവണോ ടഫ് ആവുമെന്ന് അറിയില്ല. ചിലപ്പോൾ സിമ്പിൾ ആവാനും ചാൻസ് ഉണ്ട്. നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ സിമ്പിളാണെങ്കിൽ നമ്മൾ ഒരു 5 വട്ടമെങ്കിലും എക്സാമിലൂടെ കടന്നു പോകണം, ആ ഒരു പേപ്പറിലൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ 2 വട്ടം 3 വട്ടം മാക്സിമം നമുക്കിങ്ങനെ കിട്ടാത്തത് മാത്രമൊക്കെ നോക്കി പോവുക. അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ സിമ്പിൾ എക്സാം ആയപ്പോൾ ഞാൻ ഒരു 3ാമത്തെ റൗണ്ടൊക്കെ കഴിയുമ്പോഴത്തേന് ഇങ്ങനെ കൈമലൊക്കെ എഴുതി വെക്കുമായിരുന്നു. ഇങ്ങനെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യാണ്ട് അതൊക്കെ ഞാൻ ഫുള്ള് എഴുതി വെക്കുമായിരുന്നു. പക്ഷേ നീറ്റിന് അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല. നീറ്റിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രമാനം ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട് എന്നുള്ളത്. അപ്പോൾ കൈമല എഴുതി വെക്കാൻ തീരെ ടൈം ഇല്ലായിരുന്നു. ഫുള്ള് അപ്പം തന്നെ ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് പോയി തീർത്തിക്കാണ്. അപ്പോൾ അതിനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ടഫായപ്പോൾ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്തില്ല അങ്ങനെ ഒരു ടഫാവും എക്സാം എന്ന്. അങ്ങനെ കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലം എല്ലാ കൊല്ലം പറയുന്നതാണ് എക്സാം അടുത്ത കൊല്ലം ടഫാവും. ആ രീതി തന്നെ നമ്മളും എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ആദ്യം നമ്മൾ ടൈം മാനേജ്മെൻറ്റാണ് വേണ്ടത്. എനിക്ക് ടൈം മാനേജ്മെൻറ്റ് വലിയൊരു ഇഷ്യൂ ഉള്ളൊരു സംഭവമല്ലായിരുന്നു. കാരണം ഈ നീറ്റിന് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അത് ഓഫ്കോഴ്സ്. കാരണം ഭയങ്കര ടഫായിരുന്നു, തീരെ ടൈം കിട്ടിയില്ല, ഒക്കെ ഓഫ്കോഴ്സ് ആണ്. പക്ഷേ സിമ്പിൾ എക്സാം ആണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഒരു ഇഷ്യൂ ആവില്ല.
നമ്മൾ എത്രങ്ങാനും കറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കുന്നു അതൊക്കെ തന്നെയാണ് മെയിൻ സംഭവം. പിന്നെ ടഫാണെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ആണ് മെയിൻ സംഭവം. പിന്നെ തെറ്റുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, നമ്മൾ അങ്ങനെ സില്ലി മിസ്റ്റേക്ക് അങ്ങനെ പല സംഭവങ്ങളോടുകൂടി നമ്മൾ തെറ്റും. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ മണ്ടത്തരം കൊണ്ട് തെറ്റിയതാണ്, അത് പോട്ടെ അടുത്ത എക്സാം റെഡിയാക്കാമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത എക്സാമിലും അതുപോലെ തന്നെ നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് നമ്മളത് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിനാണ് കറക്ഷൻ ബുക്കൊക്കെ ഞാൻ പറഞ്ഞത്. കറക്ഷൻ ബുക്കൊക്കെ അതിന് ഭയങ്കര ഉപകാരം ഉള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്കിങ്ങനെ ഓരോ നോട്ടിൽ ഒരു ചെറിയൊരു നോട്ട് പാഡ് വെച്ചിട്ട് എന്തുകൊണ്ടൊക്കെ തെറ്റുന്നത് കാരണം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സാമിൻ്റെ മുന്നേ നമുക്ക് മറച്ചു നോക്കിയാൽ നമുക്ക് കുറച്ചും പാടിയും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ എക്സാമിൽ ഗസ്റ്റ് അടിക്കുന്ന സംഭവം പാടിയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എക്സാമിൽ ഗസ്റ്റ് അടിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ ഗസ്റ്റ് അടിച്ചില്ലെങ്കിൽ വേറെ ആൾക്കാർ ഗസ്റ്റ് അടിച്ച് ശരിയാക്കി നമ്മളെ റാങ്ക് ബാക്കോട്ട് പോകാനുള്ളൊക്കെ ചാൻസ് വളരെ ഹൈ ആണ്. അപ്പം ഗസ്റ്റ് അടിക്കണം, സത്യം പറഞ്ഞാൽ 4 ഓപ്ഷനിലാണെങ്കിൽ വരെ ഗസ്റ്റ് അടിക്കണം എന്നുള്ളതാണ് പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ. കാരണം 4 കുത്തിയാൽ ഒന്നെങ്കിലും ശരിയാവണം എന്നുള്ളതാണ്. കാരണം 25% ആണ് ചാൻസ് ശരിയാവാനുള്ളത്. അപ്പോൾ ഒന്ന് ശരിയായാൽ തന്നെ നമുക്കൊരു മാർക്ക് അവിടെ എക്സ്ട്രാ ആയിട്ട് കിട്ടുകയാണ്. അത് ഒരു മാർക്കിൻ്റെ അറിയാലോ, ഒരു മാർക്കിൻ്റെ വാല്യൂ പറഞ്ഞാൽ ഒരു കോളേജൊക്കെ മാറാനുള്ള ചിലപ്പം കിട്ടുന്ന സ്ഥലത്തു നിന്ന് കിട്ടാത്ത സ്ഥലത്തേക്ക് വരെ എത്താനുള്ള ചാൻസ് ഉള്ള സംഭവമാണ് ഒരു മാർക്ക്. അപ്പോൾ അതൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഗസ്റ്റ് അടിക്കുക എന്നുള്ളത്. കാരണം 2 ഓപ്ഷനിലൊക്കെ ശരിയാവുകയാണെങ്കിൽ നമുക്ക് 3 മാർക്കോളം, 2 കുത്തിയിട്ട് ഒന്ന് ശരിയാവുകയാണെങ്കിൽ തന്നെ 3 മാർക്കോളം നമുക്ക് അവിടെ ലാഭം ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഗസ്റ്റ് അടിക്കുക എന്നുള്ള പരിപാടി. പിന്നെ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. എക്സാമിലൊക്കെ ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ലാതാവും. പിന്നെ കൂളായിട്ട് നിൽക്കുക. നമുക്കറിയാം കൂളായിട്ട് നിൽക്കുന്ന ആൾക്കാർ പല റാങ്ക് ബാക്കിലായിട്ടും ലാസ്റ്റ് ഒറ്റയടിക്കാണ്ട് കയറി നീറ്റിൽ ഭയങ്കര ടോപ്പ് സ്കോറിലെത്തിയ ആൾക്കാരൊക്കെ അറിയാം. പേഴ്സണലി നല്ല പരിചയമുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം ചെയ്യുക. പിന്നെ നല്ല റാങ്ക് കിട്ടിയിട്ട് ഭയങ്കര ടെൻഷനായിട്ട് ബാക്കിലേക്ക് പോയ ആൾക്കാരെയും അറിയാം. അപ്പോൾ അങ്ങനെ ടെൻഷൻ ആവാതെ നിൽക്കുക, കൂളാവുക, ഭയങ്കര സ്ട്രോങ് ആവുക. ഓൾ ദി ബെസ്റ്റ്.